ഒറ്റപ്പാലം പനമണ്ണയിൽ 2 പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. ആലിക്കൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി, ഭാര്യ രാധ എന്നിവർക്കാണ് കുത്തേറ്റത്. കൃഷ്ണൻകുട്ടിയുടെ ദേഹത്ത് 70-ൽ പരം കുത്തുകളുണ്ട്. നിതിൻ തോമസ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് ഉണ്ട്. നിതിൻ, ഈ കുത്തേറ്റിട്ടുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? എന്താണ് ഉണ്ടായത്? ഈ കുത്തേറ്റത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു അല്പം പരിക്കുകളുണ്ട്. 70ഓളം കുത്തുകളാണ് തേനീച്ചയുടെ ഭാഗത്തു നിന്നും തേനീച്ച കുത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വേണ്ട ചികിത്സകളെല്ലാം നൽകി വരികയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധയുടെ പരിക്ക് പക്ഷേ ഗുരുതരമല്ലായിരുന്നു. ഇത് വീടിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ അയൽ പറമ്പിലുണ്ടായിരുന്ന ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ തേനീച്ച കുത്തേൽക്കുന്നത്. ഈ ഭാര്യയ്ക്ക് അന്നേരം തന്നെ ഓടി വീട്ടിൽ കയറാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഓടി മാറാൻ സാധിച്ചില്ല. അദ്ദേഹം ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി മാറാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇത്തരത്തിൽ വീണതാണോ? അല്ല, ഇത് ഇദ്ദേഹം തെങ്ങിൻ്റെ ഓല വെട്ടുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തട്ടിയതോ മറ്റോ ആണ്. അത്തരത്തിൽ തട്ടിയപ്പോഴാണ് ഈ തേനീച്ച ഇളകുന്നത്. തേനീച്ച ഇളകി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ ഭാര്യ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് ഭാര്യയ്ക്ക് പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കയറാൻ പറ്റി. പക്ഷേ ഇദ്ദേഹം പറമ്പിലായിരുന്നത് കൊണ്ട് തന്നെ ഓടി വന്നപ്പോഴേക്കും ഈ തേനീച്ച ഇദ്ദേഹത്തിൻ്റെ പുറം വശത്ത് കുത്തുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ കുത്തേറ്റിരിക്കുന്നത്. അപ്പോൾ 70ഓളം കുത്തുകൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുറത്തേറ്റു. അതിനുശേഷമാണ് പിന്നെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്കും മറ്റും കൊണ്ടുപോയത്.